അറബ് സംസ്കാരത്തിന്റെയും തീർത്ഥാടനത്തിന്റെയും പൂർവ്വകാല സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോട്ടയുണ്ട് സൌദിയിൽ. അസ്ഫാൻ എന്ന പ്രദേശത്തുള്ള ഈ കോട്ട ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൌതുകമുണർത്തുന്ന കാഴ്ചയാണ്. മക്ക മദീന ഹൈവേയിലുള്ള അസ്ഫാൻ എന്ന പ്രദേശത്താണ് പൌരാണിക അറബ് സംസ്കാരത്തിന്റെയും തീർത്ഥാടനത്തിന്റെയുമെല്ലാം ചരിത്രം പറയുന്ന ഈ കോട്ടയുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കികളുടെ ഭരണകാലത്താണ് കോട്ട നിർമ്മിച്ചത്. മക്കയിലേക്ക് ഹജ്ജിന് വരുന്നവർക്ക് വിശ്രമിക്കാനും അവർക്ക് സംരക്ഷണമൊരുക്കാനുമാണ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത്. ചുറ്റുഭാഗവും വീക്ഷിക്കാൻ കഴിയും വിധം ഒരു കുന്നിനു മുകളിലാണ് കോട്ടയുള്ളത്. ചതുരാകൃതിയിലാണ് കോട്ടയുടെ നിർമ്മാണം. പുറംഭാഗം ഇന്നും കാര്യമായ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു. അകത്ത് മുറികളുടെയും നിലവറകളുടെയുമെല്ലാം അടയാളങ്ങൾ കാണാം. സിറിയ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഹജ്ജ് തീർത്ഥാടകർ മക്കയിലെത്തുന്നതിനു മുമ്പായി അവസാനമായി തമ്പടിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ചരിത്രത്തിലേക്ക് പുതുതലമുറയുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് കോട്ടയുടെ സംരക്ഷണം പുരാവസ്തു വിഭാഗം ഏറ്റെടുത്തത്. ജിദ്ദ നഗരത്തിൽ നിന്നും 70 കിലോമീറ്ററോളം അകലെയുള്ള ഈ കോട്ടയെക്കുറിച്ച് അധികമാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കാര്യമായി സന്ദർശകരും എത്താറില്ല. ഒസ്മാനിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്.